നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്യൂബിക് സൂപ്പർ കിഡ്സിലേക്ക് കുഞ്ഞുങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. ഇന്നലെ നമ്മളോടൊപ്പം 8 സൂപ്പർ കിഡ്സ് ഉണ്ടായിരുന്നു. അവരുടെ വിശേഷങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. അവരുടെ ലോകത്തെ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും റെഡി ആയിട്ടുണ്ട്. കേൾക്കാൻ നിങ്ങളും റെഡി ആയിട്ടില്ലേ? മയൂഖ് മനോജ് 4 വയസ്സ് ആലപ്പുഴ, അൽ സാബിത് 6 വയസ്സ് പത്തനംതിട്ട, മുഹമ്മദ് ഫഹദ് 4 വയസ്സ് ആലപ്പുഴ, ആകാശ് സൈമൺ 5 വയസ്സ് കൊച്ചി, ശ്രീലക്ഷ്മി സുരേഷ് 5.5 വയസ്സ് കോട്ടയം, കീർത്തന ഷൈജു 5 വയസ്സ് കോട്ടയം, ആഷിക പ്രവീൺ 6 വയസ്സ് എറണാകുളം, വിജയ് മേനോൻ 6 വയസ്സ് എറണാകുളം. മോനെ, എന്ത് കാര്യം പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത്? പഠിക്കാൻ പറയുമ്പോഴാണോ, ഉറങ്ങാൻ പറയുമ്പോഴാണോ, ഭക്ഷണം കഴിക്കാൻ പറയുമ്പോഴാണോ, സ്കൂളിൽ പോകാൻ പറയുമ്പോഴാണോ? അത് കളിക്കാൻ നേരത്താണോ സങ്കടം വരുന്നത്? കളിക്കാൻ നേരത്തെ സങ്കടം വരുന്ന ഏക കുട്ടിയെ കാണണമെങ്കിൽ എല്ലാരും കണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ. എന്ത് കളി കളിക്കുമ്പോഴാ സങ്കടം വരുന്നത്? ക്രിക്കറ്റ് കളിക്കുമ്പോ എങ്ങനെ ബോൾ വന്ന് കാലിലേക്ക് വീഴുമ്പോഴാണോ സങ്കടം വരുന്നത്? കണ്ണില് അടിച്ചുള്ളൂ, പിന്നെ കാലില് വീഴുമ്പോ വേദന എടുക്കും, പിന്നെ കയ്യില് ഇങ്ങനെ നമുക്ക് പിടിക്കണമെങ്കിൽ ഇങ്ങനെ ബോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാവൂല. അപ്പോഴും സങ്കടം വരും അല്ലേ? അല്ല, നമ്മൾ ആ കൈ കുടുങ്ങിട്ട് ഇങ്ങനെ 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 പോയാ വയലേറിങ്ങനെ പോകുമ്പോ വേദന എടുക്കും. അപ്പൊ കരയും. മേല് നൊന്താലാണ് കരയുന്നത് അല്ലേ? അപ്പൊ ഈ നോവാത്ത കളിയൊക്കെ കളിച്ചൂടെ? എനിക്ക് ഫുട്ബോൾ ഇഷ്ടം. ഫുട്ബോൾ കഴിച്ചാൽ ഒരു വേദനയില്ലേ അല്ലേ? അതല്ല, അതില് നമ്മുടെ ആ ടീമൊക്കെ കളിയാണ്. അപ്പൊ നമുക്ക് മേത്തുകൊണ്ടാ കുഴപ്പമില്ല, ആ ടീം കയറി കളിച്ചോളും. മറ്റേത് മേത്ത് കൊണ്ട് കഴിഞ്ഞാൽ നമ്മള് കരയുമ്പം ഔട്ടാവും അല്ലേ? ഒരു ദിവസം ഫുള്ള് അച്ഛനും അമ്മയും വീട്ടിലില്ലാന്ന് വിചാരിക്കാം. നമുക്ക് ഫ്രീഡാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോ കളിക്കാൻ പറ്റും. മറ്റേത് അച്ഛനും അമ്മയും വഴക്ക് പറയല്ലേ? പിന്നെ കാർട്ടൂൺ കാണാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കൊറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പാചകം ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താ പാചകം ചെയ്യാത്തത്? കളിക്കാൻ പോകും. എന്നിട്ട് വൈകിട്ട് വന്നിട്ട് വല്ലതും ഭക്ഷണം കഴിക്കണ്ടേ? എന്ത് കഴിക്കും? അനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റിയ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? അതാ ക്ലാസ്സിൽ പഠിച്ചു വെച്ച് ഞാനിപ്പ LKG ഫസ്റ്റ് റാങ്ക. നമ്മുടെ മുഖ്യമന്ത്രി ആരാന്നറിയാമോ? ആരാ? രാജാവ്. രാജാവിന്റെ മറ്റൊരു പേരാണോ മുഖ്യമന്ത്രി? അപ്പൊ പ്രധാനമന്ത്രിയോ? അത് പോലീസിന്റെ രാജാവ്. നമ്മളുടെ രാജാവാണ് മുഖ്യമന്ത്രി, പോലീസിന്റെ രാജാവാണ് പ്രധാനമന്ത്രി. വലുതാകുമ്പോ ആരാവാനാ ഇഷ്ടം? അതുപോലെ ഫുട്ബോൾ കളിക്കാൻ പോയാൽ മതി അല്ലേ? അതെ, ഈ പെൺപിള്ളേരൊക്കെ എന്തിനാ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നത്? അതാ അറിയില്ല. അതറിയില്ല, അത് അവരോട് ചോദിച്ചാലോ? പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങി നടക്കുന്നത്. ഒരുങ്ങാതിരുന്നാ പഠിക്കാൻ പറ്റില്ലേ? പറ്റും. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരുങ്ങുന്നത്? ശരി, അപ്പൊ ഇഷ്ടമുള്ള മൃഗവേദ? പൂച്ച. അതെന്താ അങ്ങനെ മിയാവ് പറയുന്നുണ്ട്? പൂച്ച എങ്ങനെ മിയാവെന്ന് പറയുന്നത്? കാണിച്ചേ. ഈ അമ്മ അച്ഛനൊക്കെ എന്ത് ഡ്രസ് ഇടുന്നത് കാണാനോ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? സാരി. ഇപ്പൊ സാരിയാണോ അമ്മ ഉടുത്തേക്കുന്നത്? ചുരിദാറ്. എന്നിട്ട് എന്താ കുഞ്ഞിന്റെ ഇഷ്ടത്തിന് സാരി എടുത്തിട്ട് വരാഞ്ഞത്? എന്താ ഇടാത്തത്? എന്താ സാരി ഉടുക്കാൻ പാടാന്ന് പറഞ്ഞിട്ടാ? ഏത് പൂവാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെന്താ റോസാപ്പൂ ഏറ്റവും കൂടുതൽ ഇഷ്ടം? റോസ് കളർ ആയതുകൊണ്ട്. റോസാപ്പൂ എവിടെയാ വെക്കുന്നത്? തലയില്. ചെവി റോസാപ്പൂ വെച്ചാൽ എന്താ കുഴപ്പം? ചെവി. ഏത് പൂവാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? റോസാപ്പൂ. എന്താ റോസാപ്പൂവിനോട് ഇത്ര ഇഷ്ടം?
റോസാപ്പൂ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? റോസാപ്പൂണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ വിറ്റ് വിറ്റ് കളയാം, അല്ലാതെ വേറെന്ത് ഉപയോഗം? അന്ന് വേറെ എന്ത് ഉപയോഗം? പിച്ച് കളയാം. പിച്ച് ഇങ്ങനെ കളയുന്ന പൂക്കളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആണ്. അമ്മ പൂ വെക്കാറുണ്ടോ തലയില്? അമ്പലത്തിൽ ഇടുന്ന പൂ മാത്രം. അമ്പലത്തിൽ ഇടുന്ന പൂ മാത്രം വെക്കും. എല്ലാ ദിവസവും അമ്പലത്തിൽ പോവാറുണ്ടോ? അതില്ല. അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിനോട് എന്തൊക്കെയാ പ്രാർത്ഥിക്കാറ്? അത് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പുതുക്കല്ലേ പ്രാർത്ഥിക്കും? അല്ല, മോൻ പ്രാർത്ഥിക്കുന്നത് എന്തൊക്കെയാ? അതെന്തെങ്കിലും പ്രാർത്ഥിക്കും. ദൈവമേ ഇനിയും തൊട്ടുണ്ട് നല്ല ദിവസം വായിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഇതുവരെയുള്ള ദിവസങ്ങളൊക്കെ മോശമായിരുന്നോ? ഏതാണ് ജീവിതത്തിൽ ഏറ്റവും മോശമായ ദിവസം? മോശ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെയാന്ന് പറയട്ടെ? ശനിയും തിങ്കളും ഒക്കെയാ. ശനിയും തിങ്കളും മോശം? അതെന്താ അങ്ങനെ ശനിയും തിങ്കളും മോശമായി പോയിട്ട്? അതാ അന്നല്ലേ എനിക്ക് അടി കിട്ടും. ഞായറാഴ്ച എന്റെ ഏറ്റവും അറിയുമോ? എന്താ ശനിയും തിങ്കളും അടി കിട്ടാൻ എന്താ കാര്യം? എന്താ ഞാൻ ഇടറിയിരുന്ന ഇടറിയിരുന്നാൽ ആനയല്ലേ ഇടറുന്നത്? ഇടറിയല്ല, ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് കുത്തി പറഞ്ഞിരിക്കുന്നത്. ഇടത് ചേർന്നാ എഴുന്നേക്കുന്നത്. ഇടത് ചേർന്ന് എഴുന്നേക്കുന്ന ദിവസങ്ങളൊക്കെ മോശമായിരിക്കും അല്ലേ? ഈ ശനിയും തിങ്കളും എന്തിനാ അപ്പൊ ഇടത് ചേർന്ന് എണീക്കണേ? ശനിയും തിങ്കളോ? അത് എല്ലാ ദിവസവും ഞാൻ, പക്ഷെ ഞായറാഴ്ച മാത്രമേ വരത്തില്ല. അതെന്താ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കൊണ്ടല്ലേ ഞായറാഴ്ച വലത് തിരിഞ്ഞ് എഴുന്നേക്കുന്നത്? ബാക്കിയുള്ള ദിവസമൊക്കെ ഇട തിരിഞ്ഞ് എഴുന്നേക്കുന്നത്. നല്ല ദിവസം എന്തൊക്കെ സംഭവിക്കാറുണ്ട്? എന്താ സംഭവിക്കാനാ? കോഴിക്കടയിൽ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങും. കോഴിക്കടയിൽ നിന്നാണോ ഫ്രൂട്ട്സ് കിട്ടുന്നത്? ഞങ്ങളുടെ കോഴിക്കട തന്നെ ഉണ്ടല്ലോ ഫ്രൂട്ട്സ്. പിന്നെന്ത് ഫ്രൂട്ട്സ്? ഫ്രൂട്ട്സ് ഒക്കെ അല്ല, ഫ്രൂട്ട്സ് ഒക്കെ എന്തൊക്കെ ഫ്രൂട്ട്സാ കഴിക്കാൻ ഇഷ്ടം? എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് എവിടുന്നാ ഉണ്ടാവുന്നേ? ട്രീ. എന്ത് ട്രീ? ഓറഞ്ച് ഉണ്ടാവുന്ന ട്രീയുടെ പേരെന്താ? ഓറഞ്ച് ട്രീ. തേങ്ങ ഉണ്ടാവുന്ന ഇതിന്റെ പേരെന്താ? ട്രീയുടെ തെങ്ങ്. ചക്ക ഉണ്ടാവുന്നത്? ചക്കപ്ലാവ്. മാങ്ങ ഉണ്ടാവുന്നത്? കോഴി ഉണ്ടാവുന്ന എവിടുന്നാ? എന്റെ പൊന്നെ, കോഴിക്കുഞ്ഞിന്ന്. കോഴി മുട്ടയെന്ന് ആദ്യം കോഴി വിളിച്ചിട്ട് അവസാനം 2 വർഷം കഴിയുമ്പോ വലുതായിട്ട് കോഴി പിന്നെ എന്ത് ചെയ്തു തുടങ്ങും? കോഴിന്റെ അടുത്ത് വിറ്റ് 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 വിറ്റ്. നാടൻ കോഴി ഉണ്ടാണേലും. നിങ്ങളുടെ കട നാടൻ കോഴി ഉണ്ടോ? അച്ഛൻ എന്താ ജോലി? അച്ഛൻ എന്താ ജോലി അറിയത്തില്ല. പപ്പ ഗൾഫിലാന്ന് മാത്രം അറിയാം. ആണോ? അന്നെല്ലാം ഗൾഫിൽ കൊണ്ടുപോയിട്ടുണ്ട്. പാസ്പോർട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടോ അച്ഛൻ്റെ അടുത്തേക്ക്? പാസ്പോർട്ട് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, അമ്മ പോവാറൊന്നുമില്ല അല്ലേ? അച്ഛന് പേടിയുണ്ടോ? എവിടെ? പിന്നെ എന്തിനാ ഇത് പറയുമ്പോഴൊക്കെ ഞെട്ടണേ? ഇല്ല, പക്ഷെ ഇങ്ങനെ കടുപ്പം ചോദ്യം ചോദിക്കുമ്പോ പിന്നെ ഞെട്ടുമല്ലേ വേറെന്തോ ചെയ്യുന്നേ. അച്ഛനെ പേടിയുണ്ടോ? എന്താ പേടിയില്ലാത്ത? അച്ഛൻ വഴക്ക് പറയില്ല. അമ്മ നേരത്തെ വഴക്ക് പറഞ്ഞായിരുന്നു, നമ്മളോട് പറഞ്ഞായിരുന്നല്ലോ. ഈ സ്കൂളിൽ ആരൊക്കെയാ ഉള്ളത്? ടീച്ചർമാരുണ്ട്, സ്കൂളിൽ പോകുന്ന ഇഷ്ടമാണോ? അതെ. ഈ ഞായർ തൊട്ട് ശനി വരെയുള്ള ദിവസങ്ങളുണ്ട്. ഞായർ, തിങ്കൾ, പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഇത്രയും ദിവസങ്ങളില് ശ്രീലക്ഷ്മി കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിവസം ഏതാ? വെള്ളി. അതെന്താ വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ ഇഷ്ടം? ബാക്കി എല്ലാ ദിവസങ്ങളും അടി കിട്ടാറുണ്ട്. എന്തിനാ ഈ അടി കിട്ടണേ? തെറ്റായ കാര്യങ്ങളാണോ അപ്പൊ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്? ഇടയ്ക്കിടയ്ക്ക്. അല്ല, ഈ എന്താ ഈ തെറ്റായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാ? ചായ കമത്തുക, വെള്ളം കമത്തുക, പിന്നെ വെള്ളത്തോട്ടിനേരെ കളിച്ചോണ്ടിരിക്കുക. ഇതൊക്കെയാണ് തെറ്റായ കാര്യങ്ങൾ. വലിയവര് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയാ? അതും വലിയവര് ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാ. ഇവിടെ വന്നപ്പോ അമ്മ എന്തൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു? ചേച്ചിയോട് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി ചോദ്യത്തിന് നല്ല ടണ്ണായിട്ട് ഉത്തരം പറയണം. ടണ്ണായിട്ട് ഉത്തരം പറയണമെന്ന് പറഞ്ഞു. ടണ്ണായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മിടുക്കി. മിടുക്കിയുടെ മറ്റൊരു പേരാണ്
ടൺ ടൺ. ആ ടൺ ടൺ ആയിട്ട് ഉത്തരം പറയണം. പിന്നെ പിന്നെ